കരീബിയൻ കടൽ പരപ്പിൽ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ. വെനിസ്വലയുമായി ഒരു യുദ്ധത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നു. പ്രതിരോധിക്കാൻ എല്ലാ ശക്തിയും പ്രയോഗിച്ചുകൊണ്ട് വെനിസ്വല പ്രതിരോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. എന്താണ് വെനിസ്വലയും അമേരിക്കയും തമ്മിലുള്ള വിഷയം? എന്താണ് ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ യുദ്ധത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്ന വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. വെനിസ്വലയുടെ ഇന്നത്തെ നിലവിലെ പ്രസിഡന്റ് നിക്കോളാസ് മെസൂറയെ ഒരു പ്രസിഡന്റായിട്ട് അമേരിക്ക അംഗീകരിക്കുന്നില്ല. അവിടുത്തെ പ്രതിപക്ഷ നേതാവിനെയാണ് പ്രസിഡന്റായിട്ട് അംഗീകരിക്കുന്നത്. വോട്ടിൽ ക്രമക്കേട് നടത്തിക്കൊണ്ട് അധികാരത്തിലേറിയ വ്യക്തിയാണ് നിക്കോളാസ് മെസൂറ എന്നുള്ളതാണ് അമേരിക്കയുടെ പരാതി. ആ രാജ്യവും ആ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയും അവിടുത്തെ വോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കക്ക് എന്ത് താല്പര്യം എന്ന് വെനിസ്വല ചോദിക്കുന്നു. ഇന്നോ ഇന്നലെ തുടങ്ങിയതാണോ വെനിസ്വലയും തമ്മിലുള്ള വിഷയം? അല്ല, അതൊരു പ്രത്യയശാസ്ത്ര വൈരുദ്ധ്യമാണ്. അങ്ങനെ ആശയപരമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ മുൻപ് കാലങ്ങളിലെ വെനിസ്വലയുമായിട്ട് നടന്നിട്ടുണ്ട്. 1999 ഹ്യൂഗോ ചാവേസ് വെനിസ്വലയുടെ പ്രസിഡന്റായ ഉടനെ തന്നെ ഈ വിഷയങ്ങൾ നിലനിന്നിരുന്നു. അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഒബാമയാണ്. ആ സമയത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ വിമർശകനായിരുന്നു ഷാവേസ്. ക്യാപിറ്റലിസത്തെ അങ്ങനെ തന്നെ എതിർത്തു. മുതലാളിത്ത വംശം ഇല്ലാതാവണം എന്നുള്ള ആശയക്കാരനായിരുന്നു ഷാവേസ്. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ നിലപാടിനോടൊപ്പം മുതലാളിത്തം ചേരുകയില്ലെന്നും അവരെ നമ്മൾ വേട്ടയാടേണ്ടവരാണ്, വേട്ടയാടി ഇല്ലാതാക്കേണ്ടവരാണ് എന്നുള്ള അഭിപ്രായവും നിലപാടും എല്ലാ കാലത്തും ഷാവേസിനുണ്ടായിരുന്നു. ക്യൂബ, റഷ്യ, ഇറാൻ എന്നീ രാജ്യങ്ങൾ ഷാവേസിന്റെ അടുത്ത സുഹൃത്ത് രാജ്യമായിരുന്നു. അഥവാ വെനിസ്വലയുടെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ക്യൂബ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, റഷ്യ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, ഇറാൻ എല്ലാ കാലത്തും അമേരിക്കൻ വിരുദ്ധ ചേരി നിലനിൽക്കുന്ന രാജ്യമാണ്. അപ്പോൾ അമേരിക്കൻ വിരുദ്ധരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രാജ്യം എന്നൊരു പ്രത്യേകതയുണ്ട്. വെനിസ്വലയും അമേരിക്കയും തമ്മിൽ 2200 കിലോമീറ്ററാണ് ഏറ്റവും ഷോർട്ടായിരിക്കുന്ന വെനിസ്വല ടു മിയാമി. അത് 3 മണിക്കൂർ കൊണ്ട് ഏകദേശം പറന്നെത്താൻ വേണ്ടി സാധിക്കും. 2013 മാർച്ച് 5 58ാമത്തെ വയസ്സിൽ ഷാവേസ് കൊല്ലപ്പെടുന്നു. മരിച്ചതാണ് എന്ന് തന്നെയാണ് അഭിപ്രായം. ക്യാൻസറിന്റെ അണുക്കൾ കുത്തിവെച്ചുകൊണ്ട് അമേരിക്ക കൊലപ്പെടുത്തി എന്നൊരഭിപ്രായം ഉണ്ടായിരുന്നു. അതിജീവിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിയിരുന്നു. കുറഞ്ഞ കാലം കൂടി അദ്ദേഹം ജീവിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ ബ്ലഡിന്റെ അകത്ത് ക്യാൻസറിന്റെ അണുക്കൾ കുത്തിവെച്ചതാണ്. എന്താണ് വെനിസ്വലയുമായിട്ടുള്ള വിഷയം നമ്മൾ സംസാരിച്ചു. ആ ഒരു കാലത്തിനൊരു പ്രത്യേകത ഉണ്ട്. ആ ഒരു കാലത്താണ് അമേരിക്ക 10 തെമ്മാടി രാജ്യങ്ങളുടെ ലിസ്റ്റ് പുറത്തിറക്കിയത്. അതായത് അൽഖ്വയ്ദയുടെ ഭീകരാക്രമണം അമേരിക്കയിൽ നടന്ന അതിനോടനുബന്ധിച്ച് അമേരിക്ക പുറപ്പെടുവിച്ച 10 തെമ്മാടി രാജ്യം അഫ്ഗാനിസ്ഥാനിൽ തുടങ്ങി അത് ഇറാനിൽ അവസാനിക്കുന്നതിൽ വെനിസ്വലയുടെയും ക്യൂബയുടെയും പേരുണ്ടായിരുന്നു. ക്യൂബയും വെനിസ്വലയും സാമൂഹ്യ തിന്മകൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ ആരോപണം. അങ്ങനെ ആ ലിസ്റ്റ് പ്രകാരം നോക്കുന്ന സമയത്ത് 1-2 രാജ്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി 8 രാജ്യങ്ങളിലും അമേരിക്ക ആ തെമ്മാടിത്തവൽക്കരണം നടപ്പിലാക്കിയിട്ടുണ്ട്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് രാജ്യത്തിന്റെ നയങ്ങളും നിലപാടുകളും മാറ്റിയെന്നല്ല, ഭരണാധികാരികളെ പിടികൂടി വധിക്കുകയോ കൊലപ്പെടുത്തുകയോ തൂക്കിലേറ്റുകയോ ചെയ്യുകയോ അതല്ലെങ്കിൽ ആ രാജ്യത്തുള്ള ഭരണം അട്ടിമറിക്കുകയോ എന്തെങ്കിലുമൊക്കെ പ്രക്രിയകളൊക്കെ അന്നേ ചെയ്തിട്ടുണ്ട്. 8 രാജ്യവും മുസ്ലിം രാജ്യവും 2 കമ്മ്യൂണിസ്റ്റ് രാജ്യവും. രണ്ടാമത്തെ 2 കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ ഒന്ന് വെനിസ്വലയാണ്, ഒന്ന് ക്യൂബയാണ്. ഒരു 3 കമ്മ്യൂണിസ്റ്റ് രാജ്യം, പിന്നെ മറ്റേത് കൊറിയ. 3 അന്ന് വന്നത്. ഇപ്പോഴത്തെ വിഷയം അന്ന് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ വിമാനങ്ങൾ കറങ്ങിത്തിരിയുന്നു. വെനിസ്വലയുടെ അതിർത്തി, അതായത് കരീബിയൻ കടലുമായിട്ട് ബന്ധപ്പെട്ട് അവരിങ്ങനെ കറങ്ങി തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ അവർ ഒരു പ്രാവശ്യം ആക്രമണം നടത്തിയിട്ടുണ്ട്. ആക്രമണം നടത്തിയ വെനിസ്വലയുടെ തീരത്ത് ബോട്ടിന് നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെട്ടു. നിയമവിരുദ്ധമായിരിക്കുന്ന കൊലപാതകമൊന്നും ഞങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തിയിൽ കയ്യേറിക്കൊണ്ട് തെമ്മാടിത്തം ചെയ്യുകയാണ് അമേരിക്ക ചെയ്തത് എന്ന് അതിന് ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആരോപിക്കുകയും ചെയ്തു. നിക്കോളാസ് മെസൂറ ഈ വിഷയത്തെ പ്രതികരിച്ചുകൊണ്ട് അങ്ങനെ പറയും, തെമ്മാടിത്ത പ്രക്രിയ ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്ക പറയുന്ന കാര്യം വെനിസ്വലയിൽ നിന്ന് അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്താനുള്ള പ്രവർത്തികൾ നടത്തുകയും പല ഘട്ടങ്ങളിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് തങ്ങൾ പ്രതികരിച്ചത് എന്നതാണ്.
F-35 5 യുദ്ധവിമാനം പല ഘട്ടങ്ങളിലായി ഈ മേഖലയിലൂടെ വട്ടമിട്ട് പറന്നിട്ടുണ്ട്. അതൊരു ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. രാജ്യാതിർത്തി ലംഘിച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യത്തോടൊപ്പം ചേർന്ന് രാജ്യത്തിന്റെ അതിർത്തിയോട് ചേർന്നുകൊണ്ട് അവരിങ്ങനെ കറങ്ങുന്നു എന്ന് പറയുന്നത് നിയമവിരുദ്ധമായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വെനിസ്വേല ആരോപിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ലോകത്തെ നിയന്ത്രിക്കാനുള്ള ഒരു നിയന്ത്രണ രേഖയും നിയന്ത്രണ ചരടും അമേരിക്കക്കുണ്ട്, അല്ലെങ്കിൽ അമേരിക്ക അത് ഉണ്ടാക്കാറുണ്ട്. അമേരിക്കക്ക് സർവാധിപത്യം വന്നത് 1-ാം ലോക യുദ്ധത്തിലല്ല. ആ യുദ്ധത്തിലൊക്കെ ബ്രിട്ടനാണ് സർവാധിപത്യം. 2-ാം ലോക യുദ്ധത്തിലും അമേരിക്കക്ക് ഏറെക്കുറെ 2ാം സ്ഥാനത്താണ് അമേരിക്ക ആ സമയത്ത് ഉണ്ടായിരുന്നത്. ബ്രിട്ടനാണ് അതിനും മുൻപന്തിൽ നിന്നുള്ള ഒരു നേതൃത്വ നിരയിലേക്കൊക്കെ വന്നത് ബ്രിട്ടനാണ്. പിന്നീടാണ് അമേരിക്ക വന്നത്. പക്ഷെ അമേരിക്കക്ക് അത് ആധിപത്യം കിട്ടുന്ന എവിടെയാണ്? ജപ്പാൻ എന്ന് അന്നത്തെ കാലത്ത് സർവാധിപത്യമുള്ള ഏറ്റവും വലിയ സൈനിക ബലം ശക്തിയുമുള്ള രാജ്യം ആയിരുന്നു ജപ്പാൻ. ഇന്നത്തെ അമേരിക്കയുടെ ശക്തി എന്ന് പറയാം. ആ ശക്തിയെ അമേരിക്ക ആണവ സ്ഫോടനം നടത്തി പരാജയപ്പെടുത്തി. 1 അല്ല 2 തവണ. ഈ 2 തവണ പരാജയപ്പെടുത്തിയതിന് ശേഷവും അവിടെ ഈ ജപ്പാൻ പിടിച്ചു നിന്നാണ്. ഹിരോഷിമയും നാഗസാക്കിയിലും ആണവസ്ഫോടനം നടക്കുന്നു. ഏകദേശം 2-2.5 ലക്ഷത്തോളം ആളുകൾ ഒരേ സമയത്ത് കൊല്ലപ്പെടുന്നു. ജീവജാലങ്ങൾ ഇല്ലാതാകുന്നു, സസ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു, ഭൂമി കത്തിക്കരിയുന്നു. അവിടെ ഇപ്പോഴും ജനിക്കുന്നവർക്ക് വൈകല്യമുണ്ട്, രോഗാവസ്ഥകളുണ്ട് പലർക്കും എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു. 2 ആക്രമണം ആണവായുധം നടത്തിയതിന് ശേഷം പിന്നീട് ഒരു പ്രഖ്യാപനം സോവിയറ്റ് യൂണിയന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു, ഞങ്ങൾ ജപ്പാനെ ആക്രമിക്കാൻ പോവുകയാണ് എന്നുള്ളത്. ഈ 2ാമത്തെ പ്രഖ്യാപനം സോവിയറ്റ് യൂണിയന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതോട് കൂടിയിട്ട് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അസ്തിത്വം തകർന്നു പോകും എന്ന് മനസ്സിലാക്കിയ സമയത്ത് ഒരു രാജ്യഭരണത്തിന്റെ സംവിധാനമാണ് ജപ്പാനിൽ. ഒരു രാജാവ് ഉണ്ടാവും, പിന്നീട് അവിടുത്തെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, സൈന്യ കമാൻഡർ, അങ്ങനെയാണ് വരുന്നത്. കീഴടങ്ങാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് തോൽവി സമ്മതിക്കുന്നു. സൈനികരെയും രാജ്യത്തെയും രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ പരാജയം സമ്മതിക്കുന്നു എന്നാണ് അന്നത്തെ കിങ്, രാജാവ്, അന്ന് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചത്. ഇവിടെ സോവിയറ്റ് യൂണിയൻ പ്രയോഗിച്ച ഒരു തന്ത്രം, പ്രയോഗിച്ച തന്ത്രം എന്ന് പറയുന്നത് ജപ്പാൻ ഞങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞത് എന്തിനാ? ഇവിടെ സർവാധിപത്യത്തിലേക്ക് അമേരിക്ക കയറി കഴിഞ്ഞു, അവരെക്കുറിച്ച് മാത്രമാണ് ചർച്ച. ആ യുദ്ധത്തിൽ, 2-ാം ലോക യുദ്ധത്തിൽ അമേരിക്കയോടൊപ്പം ഉള്ള രാജ്യമാണ് ചൈന പോലും. അപ്പോൾ ഇവിടെ സോവിയറ്റ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആധിപത്യം കിട്ടാൻ വേണ്ടിയിട്ട് ജപ്പാനെ ഒതുക്കുക എന്നുള്ളത് പ്രധാനമായിരിക്കുന്ന ലക്ഷ്യമാക്കി കണ്ടുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി തുനിഞ്ഞ സമയത്താണ് കീഴടങ്ങുന്നത്. അതുകൊണ്ട് ആക്രമിക്കാനുള്ള അവസരം സോവിയറ്റ് യൂണിയന് കിട്ടാതെ പോയി. അപ്പോൾ ആധിപത്യം, അത് കീഴടക്കിയ സർവാധിപത്യം ഉണ്ടാക്കിയ അമേരിക്കക്ക് അവിടെ ആധിപത്യം കിട്ടുകയും അവിടെ ഒരു പ്രധാനപ്പെട്ട അമേരിക്കയുടെ കോളനി അവിടെ ജപ്പാനിൽ അമേരിക്ക അന്ന് ഉണ്ടാക്കുകയും ചെയ്തു. അവിടെ ഏക്കറക്കണക്കിന് ഭാഗം പിടിച്ചെടുത്തുകൊണ്ട് സൈനിക ബേസ് അന്ന് തന്നെ അമേരിക്ക ഉണ്ടാക്കി. ഈ സൈനിക ബേസിൽ നിന്നാണ് കഴിഞ്ഞ മാസം ഇറാനിലെ അവരുടെ ആണവായുധ കേന്ദ്രത്തിലേക്ക് അമേരിക്ക ആക്രമണം നടത്തിയത്. ഇവിടെ നിന്നാണ് വിമാനം വന്നത്, ജപ്പാനിൽ അമേരിക്ക പിടിച്ചെടുത്ത ആ സൈനിക ബേസിൽ നിന്നാണ് വിമാനം പറഞ്ഞില്ല 17 മുതൽ 30 ചില കിലോമീറ്ററോളം മണിക്കൂറുകളോളം പറന്നുകൊണ്ട് അവിടെ ആക്രമണം നടത്തി എന്നാണ് അന്ന് റിപ്പോർട്ട്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത്, അങ്ങനെ സർവാധിപത്യം ലോകത്താകമാനം ഉണ്ടാക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് അന്ന് മുതലേ ഉള്ള താല്പര്യമാണ്. ആ താല്പര്യം ഇപ്പോഴും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓരോരോ രാജ്യങ്ങളെടുത്ത് പരിശോധിക്കൂ. അമേരിക്കയെ നേർക്കുനേരെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറയുന്ന എത്ര രാജ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും? റഷ്യ പോലും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം. ഒരു ഇറാൻ മാത്രമേ ഉള്ളൂ. ഇറാന്റെ കയ്യിൽ ആയുധത്തിനേക്കാളേറെ അവർ യുദ്ധം ചെയ്യുന്നത് വിശ്വാസപരമായിരിക്കുന്ന ഈമാൻ ഉള്ളത് കൊണ്ടാണ്. ആയുധത്തിനേക്കാൾ അമേരിക്കയുടെ അത്ര ആയുധം ഇറാന്റെ കയ്യിലില്ല എന്നുള്ളത് ലോകത്തിനറിയാം. ഇസ്രായേലിന്റെ അത്രയും ആയുധമില്ല. പക്ഷെ അവർക്കൊരു മനക്കരുത്തും ഒരു ധൈര്യവും അവരുള്ള ആയുധം പ്രയോഗിക്കാനുള്ള തന്ത്രവും അതുമായി ബന്ധപ്പെട്ട് അവർക്കൊരു ശക്തിയും ഉണ്ട് എന്നതുകൊണ്ടാണ് അമേരിക്കയെ വെല്ലുവിളിക്കുക. രണ്ടാമത്തെ ഒരു അമേരിക്കയെ വെല്ലുവിളിക്കുന്ന രാജ്യത്തിന്റെ പേര് പറയാൻ പറ്റുമോ? യഥാർത്ഥ റഷ്യ പോലും വെല്ലുവിളിച്ചിട്ടില്ല, ചൈന പോലും വെല്ലുവിളിച്ചിട്ടില്ല. വല്ലപ്പോഴും അങ്ങനെ ഒരു എന്തെങ്കിലും സംസാരം പറയുന്നത് കൊറിയയാണ്. കിം ജോൺ ഉന്ന് അയാൾ പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, ഞങ്ങൾ വേണ്ടി വന്നാൽ ആണവായുധം അമേരിക്ക കൊണ്ടുപോയിട്ട് 15,000 കിലോമീറ്റർ ദൂരപരിധി പറന്നുകൊണ്ട് ആക്രമിക്കാൻ പാകത്തിലുള്ള മിസൈലുകൾ തങ്ങളുടെ കൈവശത്തിലുണ്ട്, ആണവായുധം ഘടിപ്പിച്ച് ഞങ്ങൾ അങ്ങോട്ട് വിടും, ഇവിടെ നിന്ന് ആക്രമിക്കുമെന്നൊക്കെയാണ് അന്ന് ആൾ പറഞ്ഞത്. എവിടുന്ന്?
കൊറിയ അങ്ങനെ അപൂർവമായിട്ടുള്ള രാജ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഈ വെനിസുല എന്ന് പറയുന്ന ആ രാജ്യവും അന്നത്തെ ഷാവേസ് 999 ആ കാലഘട്ടത്തിലെ ഷാവേസും ഇറാനോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ട്, റഷ്യയോടൊപ്പം ചേർന്നിട്ടുണ്ട്. പ്രത്യയശാസ്ത്ര യുദ്ധം, മുതലാളിത്ത സംസ്കാരത്തിനെതിരെ ആശയപരമായ രീതിയിൽ അന്നേ ഏറ്റുമുട്ടൽ നടത്തിയത് കൊണ്ട് അമേരിക്കയുടെ വിരുദ്ധ ചേരികളാണ്. പിന്നെ അവസരം കിട്ടുന്ന സമയത്തൊക്കെ അമേരിക്ക ഉപയോഗിക്കാനുള്ള സ്വാഭാവികമാണ്. അങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത്, മയക്കുമരുന്നുകൾ വെനിസുലയിൽ നിന്ന് അമേരിക്കയിലേക്ക് കടത്താൻ ശ്രമിക്കുന്നുണ്ട്, കടത്താറുണ്ട്. അതുകൊണ്ട് ആ മേഖല തകർക്കുക തങ്ങളുടെ ലക്ഷ്യമാണ്. അതിനാണ് യുദ്ധവിമാനങ്ങൾ പറഞ്ഞയക്കുന്നതൊക്കെ. ഇത് രാജ്യത്തിൻ്റെ അകത്തുള്ള ഒരു നിയമ പ്രശ്നമാണെങ്കിൽ ആ രീതിയിൽ കൈകാര്യം ചെയ്യണ്ടേ? ഇതിപ്പോ അമേരിക്കയിലെ ഏതെങ്കിലും പൗരൻ മയക്കുമരുന്ന് ഈ വെനിസുലയിലേക്ക് കടത്തുകയാണെങ്കിൽ അതിന് അമേരിക്കയുമായിട്ട് വെനിസുല യുദ്ധം ചെയ്യാണോ ചെയ്യേണ്ടത് എന്ന് വെനിസുലയുടെ നിലവിലെ പ്രസിഡന്റ് നിക്കോളാസ് മെസൂറ ചോദിക്കുക. എന്തൊന്ന് വിഡ്ഢിത്തമാണ് ഈ വിളിച്ചു പറയുന്നതെല്ലാം. ഒരു രാജ്യത്തിലെ ഒരു വ്യക്തിയോ അല്ല വ്യക്തികളോ ചെയ്യാൻ ഒരു രാജ്യം ഒന്നടങ്കം മയക്കുമരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റുമോ? അതിന് സംവിധാന കാര്യങ്ങളുണ്ടോ? അപ്പോൾ അമേരിക്കയുടെ സർവാധിപത്യം എന്ന് പറഞ്ഞാൽ, അമേരിക്കയുടെ സർവാധിപത്യം ലോകത്തിൻ്റെ മേലെ ഉണ്ടാവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വെനിസുല മുമ്പേ ലിസ്റ്റിലുള്ള തമ്മാടി ലിസ്റ്റിലുള്ള രാജ്യമായതുകൊണ്ട് ഒതുക്കാൻ സാധിക്കാത്തത് കൊണ്ട് വീണ്ടും ഒതുക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.